ചേട്ടാ, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ഞങ്ങളെ ആ പാർട്ടിയിലുള്ള ആ ഒരു പ്രമുഖൻ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ പല വിമർശനങ്ങളും പറഞ്ഞിരുന്നു. എല്ലാവരുടെയും വിരൽ ചൂണ്ടിയത് നേരെ എം വി ഗോവിന്ദനിലേക്കാണ്. പക്ഷേ ഇന്ന് എം വി ഗോവിന്ദൻ വന്നിരിക്കുകയാണ് ആ ഒരാൾ ഞാനല്ല എന്ന് പറഞ്ഞ്. ഞാൻ സ്ഥിരമായി അല്ലെങ്കിൽ കണ്ണൂരുള്ളപ്പോഴെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരാൾ, അല്ലെങ്കിൽ പാർട്ടിയിലെ ആ ഉന്നതൻ പിണറായി വിജയൻ അല്ലാത്ത ആ ഒരാൾ ആരായിരിക്കും? അല്ല, അതിനകത്ത് വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് ഒരു സംശയത്തിന്റെയും കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള PB അംഗം എന്ന് പറയുന്നത് പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ്. നമ്മൾ അതിനുശേഷം നോക്കൂ, എം വി ഗോവിന്ദൻ പിണറായി വിജയൻ അല്ല, പിണറായി വിജയൻ ഫോൺ എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുമെന്ന് വളരെ വ്യക്തമായി വിജയേട്ടൻ തിരിച്ചു വിളിക്കുമെന്ന് തന്നെ ആ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ണൂരിൽ നിന്നുള്ള PB അംഗം എന്ന് പറയുന്നത് എം വി ഗോവിന്ദനാണ്. എം വി ഗോവിന്ദൻ പറയുന്നു ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് എന്ന് പറയുന്നതാണ്. പക്ഷെ അതിന്റെ ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു വിടണം. കാരണം എന്ന് പറഞ്ഞാൽ വിനോദിനി ബാലകൃഷ്ണൻ കൃത്യമായും ക്ലീനായും ഒരു ആരോപണമാണ് ഉന്നയിച്ചത്, ഞങ്ങളെ പാർട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത്. പാർട്ടി ഒരു ആവശ്യത്തിനും ഒന്നിനും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രധാന നേതാക്കൾ ആരും ഇവിടെ വന്നിട്ടില്ല. ഈ വീട്ടിൽ അവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിക്കുന്നു എന്നത് മാത്രമല്ല, അവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്മാരകം തന്നെയാണ് ആ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടേക്ക് CPM പ്രമുഖ നേതാക്കൾ ആരും ചെന്നില്ല എന്നാണ് വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നത്. ആ കുടുംബം എന്താണ്? അടിമുടി CPM ആയി നിൽക്കുന്ന കുടുംബം, അല്ലാതെ നേതാവ് മാത്രം നേതാവിന്റെ വീട്ടിലുള്ള മറ്റുള്ളവർ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവരല്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി SFIയിലും CPIയിലും എല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ മാത്രമാണ് CPM അംഗത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഇപ്പൊ അത് പുനഃസ്ഥാപിച്ച് കിട്ടുകയും ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാം സജീവമായി CPM വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾ, CPM വേണ്ടി സൈബർ ഇടങ്ങളിൽ കൃത്യമായി സംസാരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സമുന്നതനായ നേതാവ്, ജനകീയനായ നേതാവ്, സൗമ്യനായ നേതാവ്, പാർട്ടിക്ക് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നേതാവ്. ആ കുടുംബമാണ് പരാതി ഉന്നയിക്കുന്നത്. അതില് ഞാൻ എല്ലാം ചേർത്ത് പിടിക്കും, ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും, പാർട്ടി എല്ലാ EK നായനാറിന്റെ കുടുംബത്തെ EMS കുടുംബത്തേക്ക് ചേർത്ത് പിടിക്കും പോലെ ചേർത്ത് പിടിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ പോലും ആ കുടുംബത്തിന് അത് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നാണ്. കോടിയേരിയുടെ കുടുംബത്തിന് അത് വിശ്വാസം ഉണ്ടാക്കണം. അത് CPM ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഇതിന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത് അർഹിച്ച ഒരു യാത്രയയപ്പ് ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെയാണ് CPM ഇത് കൺവിൻസ് ചെയ്യേണ്ടത്. കാരണം വർഷങ്ങളോളം പ്രവർത്തിച്ച തിരുവനന്തപുരത്ത് AKG സെന്ററിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം പൊതുദർശനത്തിന് പോലും വയ്ക്കാതെയാണ് തിരക്കിട്ട് സംസ്കാരം നടത്തിയത്. അപ്പൊ അതിൽ വേദനയുണ്ട്. ജനങ്ങൾക്കിടയിലൂടെ കോടിയേരി ബാലകൃഷ്ണൻ അന്ത്യയാത്രയിൽ ജനങ്ങൾ നൽകുന്ന സ്നേഹം നേരിട്ട് കാണണമെന്ന കുടുംബത്തിന്റെ ആഗ്രഹം പോലും നടന്നിട്ടില്ല. അതിന്റെ വേദനയുണ്ട്. ഇതെല്ലാമാണ് ഇപ്പൊ പങ്കുവയ്ക്കുന്നത്. ഈ പങ്കുവയ്ക്കുന്നതിനെ ഞാൻ അവിടെ പോകാറുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞങ്ങളെ ചേർത്ത് പിടിക്കും എന്നുള്ളതല്ലാതെ ആ കുടുംബത്തിന്റെ വിഷമം എന്താണ്, ആ കുടുംബത്തോടൊന്ന് സംസാരിച്ച് ആ വിഷയം ഇടപെടേണ്ട രീതിയിൽ ഇടപെടാതെ ഇത്തരത്തിൽ കള്ളം പറയുകയാണെന്നുള്ളൊരു പ്രസ്താവന പാർട്ടി സെക്രട്ടറി നടത്തുന്നത് കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഈ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായിട്ട് അത്രമേൽ അടുപ്പമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ, പാർട്ടി സെക്രട്ടറി ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം ഇത്ര വർഷത്തേക്ക് നീട്ടിവെക്കപ്പെട്ടു? അത് ഉടനെ അത് പുനഃസ്ഥാപിക്കേണ്ടതല്ലേ? ആ ഒരു കേസിൽ നിന്ന് വിമുക്തനായി ഇപ്പോൾ അവസാനം നടന്ന ED പ്രക്ഷോഭത്തിലെ ഈ പാർട്ടി പ്രവർത്തകരെ പിടിച്ചു മാറ്റാനും അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം നിയന്ത്രിക്കാനും വരേണ്ടി ഒരു അവസ്ഥ വന്നു, ആ ഒരു സിറ്റുവേഷൻ വരേണ്ടി വന്നു ബിനീഷിന്റെ ആ ഒരു അംഗത്വം പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പുനഃസ്ഥാപിക്കപ്പെടാൻ. അത് കോടിയേരിയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ചതി അല്ലെങ്കിൽ ഒരു അവഗണനയുടെ ഒരു ഭാഗമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ്. കാരണം എന്ന് പറഞ്ഞ ഒരു നേതാവ്, CPM എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരു നേതാവ് ഇല്ലാതായപ്പോൾ ആ കുടുംബത്തോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഒരു കഥയാണ്. കാരണം ഒരു കേസിൽ അകപ്പെട്ടു, ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനായി വന്നത് 2023 അന്നു മുതൽ പാർട്ടി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഇതുപോലെ തന്നെ ക്രിമിനൽ കേസിലായ നിരവധി പേരുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ ആരോപണം നേരിട്ട് പുറത്തു പോയവരുണ്ട്. അവരെല്ലാം CPM പിന്നീട് കാലാകാലങ്ങളിൽ വിശുദ്ധരാക്കി മടക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആറന്മുളയിലെ വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഒരു ഗുണ്ടയ്ക്ക്
ഒരു ഗുണ്ടയ്ക്ക് CPM അംഗത്വം നൽകിയത്. ഒരു ഗുണ്ടയ്ക്ക്, ഒരു ഹാർഡ് കോർ ഗുണ്ടയ്ക്ക് അംഗത്വം നൽകുമ്പോൾ ഈ ഒരു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്തുകൊണ്ട് ആ ഒരു അംഗത്വം നിരസിച്ചു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഇല്ലാതായപ്പോൾ ആ നേതാവിന്റെ കുടുംബത്തോട് കാണിക്കുന്ന ഒരു നന്ദികേടിന്റെ കഥയാണിത്. അതുകൊണ്ടാണ് ഈ അമർഷം മുഴുവൻ മനസ്സിലൊതുക്കി നിന്നിരുന്ന വിനോദിനി ബാലകൃഷ്ണൻ അല്പമെങ്കിലും രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത്. MV ഗോവിന്ദനോടും പാർട്ടിയോടുമുള്ള വിനോദിനി ബാലകൃഷ്ണന്റെ അമർഷത്തിന്റെ ഭാഗമായിട്ടാണ് തളിപ്പറമ്പിൽ വിമതനായി മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഊഷ്മളമായി സ്വീകരിക്കുന്നത്. അന്ന് തന്നെ വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു, ഞാൻ ആരുടെ അടിമയല്ല, എൻ്റെ ശരികൾ എൻ്റെ മാത്രമാണ്, ഞാൻ ഒന്നും ആർക്കും അടിയറവ് വെച്ചിട്ടില്ല എന്ന്. അത് കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു. ഞങ്ങളെ അവഗണിക്കുന്നുണ്ട്, അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ആ വിഷമം തുറന്നു പറയേണ്ട ഘട്ടത്തിൽ തുറന്നു പറയുമെന്നുള്ളൊരു സൂചനയാണ് വിനോദ് നൽകിയത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഈ പച്ചക്കുതിരയിൽ വന്ന ഇന്റർവ്യൂ. പക്ഷേ വിനീഷിന്റെ കാര്യത്തിൽ പലതവണ ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പലതവണ സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി. പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല. ഇത് പരിഗണിക്കപ്പെടാത്തത് അറിഞ്ഞില്ല. അന്ന് സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? അതൊരു പ്രാദേശിക വിഷയമാണെന്ന്. പ്രാദേശികമായ വിഷയം എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന് കത്ത് കൊടുത്തിട്ടും അത് പരിഗണിച്ചില്ല. അതാണ് അവിടെയാണ് പറയുന്നത്. അതും കോടിയേരിയുടെ മകന്റെ അടുത്താണ് കാണിക്കുന്നത്. മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിയപ്പോൾ അയാൾ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്തുപോയി. ആ സമയത്തൊന്നും യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. കാരണം കോടിയേരി പോലും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു. അത് മറ്റൊരു വ്യക്തിക്കെതിരായ കേസാണെന്ന് പറഞ്ഞു. അതിൽ പാർട്ടി സെക്രട്ടറിയോ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ബിനീഷ് കോടിയേരി ആ കേസിൽ കുറ്റവിമുക്തനായതുപോലും സ്വന്തം വ്യക്തി എന്നുള്ള നിലയിൽ നിയമ പോരാട്ടം നടത്തിയാണ് ഈ കുറ്റവിമുക്തനായത്. അപ്പോൾ പോലും പരിഗണിക്കാതെ പിന്നെ അത് കഴിഞ്ഞ് 3 വർഷത്തോളം നിന്ന് അത് വാർത്തയായി, വിവാദമായി, അതിലൊരു അപകടം മണത്തപ്പോഴാണ് പിണറായി വിജയൻ ഇടപെട്ട് ആ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കൊടുത്തത്. അതുവരെ ആ കുടുംബത്തിന് നീതി കിട്ടിയില്ല. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാതായപ്പോൾ പാർട്ടി അവഗണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ. ഒരു പക്ഷേ കോടിയേരി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ TK ഗോവിന്ദൻ UDFന്റെ പിന്തുണയോടെ ജയിച്ചു എന്ന് കരുതുക. അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനെ അല്ലെങ്കിൽ കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണം ഇതുപോലെ ആ ഒരു കുടുംബം സ്വീകരിച്ച പോലെ ആയിരിക്കില്ല. അത് അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ TK ഗോവിന്ദൻ അല്ലെങ്കിൽ V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ ഇതുപോലുള്ളവർ വിമതരായി ഈ LDFനെതിരെ മത്സരിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. അല്ല, TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും എന്താണ് പറയുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ CPMന് ഈ അപജയം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ അത് പരിഗണിക്കാനോ അത് പരിശോധിക്കാനോ അതിൽ തെറ്റ് സംബന്ധിച്ചവരെ ഒരു രീതിയിൽ തിരുത്താനോ അതിനൊരു നടപടിയോ സ്വീകരിക്കാതെ ആ തെറ്റിനൊപ്പം നിന്നത് കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ കലാപമുണ്ടാക്കി പുറത്തു വന്നതും പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായതും. അവിടുത്തെ CPMകാർ കൂടി വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്. അപ്പൊ അവിടെ ആർക്കാണ് വീഴ്ച പറ്റിയത്? CPMന് സംഘടനാപരമായി ഒരു തെറ്റിനെ, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പോലെ, ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പോലെ ഏറ്റവും സെൻസിറ്റീവായ വിഷയത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല. ആ തെട്ടിപ്പിനൊപ്പം നിന്നു. അതാണ് അവിടെ വന്ന വീഴ്ച. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, TK ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ സൗമ്യമായി എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ആളാണ്. പാർട്ടിയാണ് അയാൾക്കെല്ലാം എന്നുള്ള രീതിയിലാണ്, പാർട്ടിക്കാണ് മുൻഗണന കൊടുക്കുന്നത്, അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളിലല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാനോ മകന് സീറ്റ് കൊടുക്കാനോ കോടിയേരി ബാലകൃഷ്ണൻ ഒരു കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതിനുശേഷം വന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച വിജയരാഘവന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു, മന്ത്രിയായി. അതിനുശേഷം വന്ന MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു, ജനങ്ങൾ തോപ്പിച്ച് വീട്ടിലിരുത്തി. ഇതൊക്കെ കണ്ടാണ് കോടിയേരി ഇത്രയും വർഷം ഇരുന്നു. ആ തുടർ ഭരണം എന്ന വലിയ നേട്ടവും CPMന് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടും ഭാര്യയും മക്കളുടെ കാര്യത്തിലല്ല വന്നത്. മകനെതിരെ ഒരു കേസ് വന്നപ്പോൾ പോലും പറഞ്ഞ എന്താണ്? അത് വ്യക്തിക്കെതിരായ കേസാണ്, പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന്. അതാണ് മാതൃകാപരമായ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ TK ഗോവിന്ദൻ വിമതനാവില്ലായിരുന്നു, കുഞ്ഞികൃഷ്ണനും വിമതനാവില്ലായിരുന്നു. G സുധാകരന്റെ കാര്യം പരിഹരിക്കാവുന്ന രീതിയിൽ പരിഹരിച്ചേനെ. കാരണം ക്രിമിനലിസത്തിനെതിരെയായിട്ടാണ് G സുധാകരൻ പുറത്തു വന്നത്. കോടിയേരിയുടെ സൗമ്യതയിൽ അതും പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമായി മാറിയേനെ. കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെടുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മൻചാണ്ടി നമ്മൾ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ കേരളം നൽകിയ ഒരു യാത്രയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖബറെടുത്തൽ അല്ലെങ്കിൽ ആ ഒരു പുതുപ്പള്ളി പള്ളിയിൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ സാധാരണക്കാരും എല്ലാവരും വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖബറിടം എല്ലാം സന്ദർശിക്കാറുണ്ട്.
പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു കാര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വിലാപയാത്രയും കാര്യങ്ങളും നമ്മൾ കേരളം കണ്ടതാണ്. പക്ഷേ ഈ സമകാലികരായ രണ്ട് പേർക്ക് നൽകിയ യാത്രയപ്പിൽ കോടിയേരി ബാലകൃഷ്ണന് എന്തുകൊണ്ട് ഇതുപോലെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു യാത്രയപ്പായി പോയി? അല്ല, സാധാരണ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ഒരു നേതാവ് അത്യാവശ്യം ചെന്നൈയിൽ ചികിത്സ തേടുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി CPM അണികൾ അടക്കം കരുതിയിരുന്നത് തിരുവനന്തപുരത്ത് AKG സെന്ററിലെ പൊതുദർശനം, അവിടെ നിന്ന് കണ്ണൂരിലേക്ക് EK നയനാറിന് സമാനമായ ഒരു വിലാപയാത്ര തന്നെയായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കാരണം അത് ഉണ്ടാകാതെ പകരം ചെന്നൈയിൽ നിന്ന് നേരിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. അവിടെ നിന്ന് വളരെ വേഗത്തിൽ വീട്ടില്, അവിടെ നിന്ന് വളരെ വേഗത്തിൽ ശ്മശാനം, അവിടെ നിന്ന് സംസ്കാരം. പിറ്റേ ദിവസം രാവിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും കുടുംബവും വിദേശത്തേക്ക് വിനോദസഞ്ചാരത്തിനുള്ള യാത്രയും പോയി. ഇതാണ് സംഭവിച്ചത്. കാരണം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോടിയേരിയെ സ്നേഹിക്കുന്നവർക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉള്ളവർക്ക് യാത്ര ചെയ്ത് വന്നൊരു നോക്ക് കാണാൻ പോലും കഴിയാത്തത്ര തിടുക്കത്തിലാണ് ഇത് നടന്നത്. അതിലാണ് എല്ലാവർക്കും എതിരഭിപ്രായം. അന്ന് മുതൽ പാർട്ടിക്കുള്ളിൽ ഈ അഭിപ്രായമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ അർഹിച്ച ഒരു യാത്രയപ്പല്ല നൽകിയത്. ഈ അനാവശ്യമായ ഒരു വെപ്രാളം കാണിക്കുകയും അത് അനാവശ്യമായ ഒരു നടപടിയായി പോയി എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ അത്രയും തന്നെ ജനകീയതയുള്ള ഒരു നേതാവാണ് കോടിയേരി. അതുപോലെ തന്നെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ്. CPMകാരെല്ലാം വൈകാരികമായി കണ്ടിരുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള ഒരു വിലാപയാത്ര അത് ആ നേതാവ് അർഹിച്ച ഒരു യാത്രയപ്പായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടു. അതിൽ കുടുംബം അന്ന് തന്നെ എതിരഭിപ്രായങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഡോസ് ആണ് ഇപ്പോൾ ഈ പച്ചക്കുതിരയിലെ ഇന്റർവ്യൂ. ഇത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പേര് പറഞ്ഞ് ഇന്ന കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നതിലേക്കാണ് ഇന്നത്തെ MV ഗോവിന്ദന്റെ പ്രതികരണം കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം കുടുംബം പറയുന്നത് നുണയാണ് എന്നുള്ള രീതിയിലാണ്. വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞത് നുണയാണ്, ഞങ്ങളെല്ലാവരും അവിടെ പോകാറുണ്ട്, ഞാനും പോകാറുണ്ട്, പാർട്ടി ചേർത്ത് പിടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പച്ചക്കുതിരയിൽ വിനോദിനി ബാലകൃഷ്ണൻ കൊടുത്ത ഇന്റർവ്യൂ നുണയാണെന്നാണ് പറയുന്നത്. ഒരു തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തള്ളി പറയുന്ന രീതിയിലുള്ള പ്രസ്താവനയല്ല ഈ MV ഗോവിന്ദൻ. തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹകരിക്കില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകത്തിൽ ആരും വരുന്നില്ല, കോടിയേരിയുടെ കുടുംബത്തിനെ ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല, അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്ന അവഗണനയാണ്. അത് കോടിയേരിയുടെ കുടുംബത്തിനും കോടിയേരിയോട് ഉള്ള അവഗണനയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് പറയുന്നത്. ഈ രീതിയിലാണ് മറുപടി പറയുന്നത്. ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഒരു പരിഭവം പറയുമ്പോൾ ഈ രീതിയിലാണ് മറുപടിയെങ്കിൽ അത് കുറച്ചുകൂടി തുറന്നു പറച്ചിലേക്ക് കാര്യങ്ങൾ എത്തിക്കും.